മാത്സിൽ പഠിച്ചത് 70 വരെയുള്ള നമ്പേഴ്സ് നമ്പർ നൈം ഒക്കെ എഴുതാനും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 71 to 90 വരെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Okay, all of you take your textbook. Please listen here. Page number 52. 52. Okay, numbers from 70 to 79. Numbers from 70 to 79. Okay, 70. ഓക്കെ, അപ്പോൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും പ്ലേസ് ഒക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഒരുപാട് നമ്മൾ ചെയ്തായിരുന്നല്ലേ, പ്രോബ്ലംസ് ചെയ്തു. നമ്പേഴ്സ് എല്ലാം ഇതുവരെയുള്ള നമ്പേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും പ്ലേസ് ഒക്കെ ആയിരുന്നു നോക്കി ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ 70 വൺസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ്? 0 ആണല്ലേ ഇവിടെ. ടെൻസിൻ്റെ പ്ലേസിൽ 7 ആണ്. 70. അപ്പോൾ 7ൻ്റെ പ്ലേസ് ടെൻസിലാണ്. 7 tens plus 0 ones. ഇനി എന്താണ് നമ്പർ നൈം എഴുതുക? 70. SEVENTY 70. നെക്സ്റ്റ് നമ്പർ 71. 7 tens plus 1 ones. 7 tens plus 1 1. 71. 72. 7 tens plus 2 ones. Okay, 72. 73. 7 tens plus 3 ones. 7 tens plus 3 ones. 73. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 73 കഴിഞ്ഞ് 74. 74. 7 tens plus 4 ones. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 4 ആണ്, ടെൻസിൻ്റെ പ്ലേസിൽ 7 ആണ്. 74. 75. 7 tens plus 5 ones. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 76. അപ്പോൾ 7 tens plus 6 ones. ഓക്കെ, നമ്പർ നെയിം എഴുതുമ്പോൾ ഇവിടെ 76. SEVENTY 76. SIX 77. 78. 79. എന്ത് ചെയ്യുക? ഇതുപോലെ എന്ത് ചെയ്യുക? വൺസിൻ്റെ പ്ലേസിലെ നമ്പേഴ്സും ടെൻസിൻ്റെ പ്ലേസിലെ നമ്പേഴ്സും ഇങ്ങനെ എടുത്ത് എഴുതുക. നമ്പർ നൈമും നീറ്റായിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നമ്പേഴ്സ് ഫ്രം 80 to 89. പിക്ചേഴ്സും കൂടി നോക്കണം. നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ ഫില്ല് ചെയ്യുക. 80. 80. വൺസിൻ്റെ ടെൻസിൻ്റെ പ്ലേസ് നോക്കിയേ. 80. വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്, ടെൻസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ്? 8 ആണ് അല്ലേ. അപ്പോൾ 8 എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലാണ്. 8 tens plus 0 ones. ഓക്കെ, 80. നെക്സ്റ്റ് നമ്പർ 81. 81. 8 tens plus 1 1. 81. EIGHTY 80 ONE 1. Then next number 82. 8 tens plus 2 ones. 82. Then 83. 8 tens plus 3 ones. 83. 84. 8 tens plus 4 ones. 84. 85. 85. 8 tens plus 5 ones. അപ്പോൾ നമ്പർ നൈം എങ്ങനെ എഴുതേണ്ടത്? 85. EIGHTY 85. FIVE 5. നെക്സ്റ്റ് 86. എന്താ ഇവിടെ എഴുതും? ഇവിടെ എന്താ എഴുതേണ്ടത്? 8 tens plus 6 ones. 6 ones. Number 9, 86. Next number 87. 87.
87. 8 tens plus 7 ones. അപ്പോൾ 8ൻ്റെ പ്ലേസിലെ നമ്പർ 8 ഏത് പ്ലേസിലാണ്? ടെൻസ് പ്ലേസിലാണ് 8 ഉള്ളത്. വൺസ് പ്ലേസിൽ 7 ആണ്. അപ്പോൾ ഇവിടെ 7 ones, 8 tens. ഓക്കെ, 87 എന്ന നമ്പർ നാം ഇവിടെ എഴുതുക. ഓക്കെ, 88. നെക്സ്റ്റ് നമ്പർ 88. 8 tens plus 8 ones. 88. 89. 8 tens, 9 ones. 8 tens, 9 ones. 89 എന്നിവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നീറ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 71 to 90 വരെയാണ് നോട്ടിൽ എഴുതാൻ പോകുന്നത്. ടെക്സ്റ്റിൽ നമ്മൾ 89 വരെ ഫിൽ ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ 71 to 90 ആണ്. 71 71, 71 71, 72 72, 73 73, 74 74, 75 75, SEVENTY 70, FIVE 5, 75. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 76. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഇതുപോലെ നീറ്റായിട്ട് ടീച്ചർ ഇത്രയും എഴുതി കാണിച്ചു. അപ്പം ബാക്കി എന്താണ്? സ്വന്തമായിട്ട് ഇതുപോലെ എഴുതുക. എല്ലാവർക്കും അറിയാം, 1 2 3 ഒക്കെ അറിയാം. പിന്നെ ഇവിടെ എന്താണ്? 17ലാണ് 70, SEVENTY 75. അതുപോലെ 76, 77, 77, 77, 78, 78, 79, 79. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 79 കഴിഞ്ഞ് 80, 80, EIGHTY 80, 81, 81, 82, 82, 83. എന്താ ഇവിടെ എഴുതേണ്ടത്? 83, 83, EIGHTY 80, THREE 83. Next 84. Next number 85, 85, 85. Next number എന്താണ് എഴുതേണ്ടത്? 86, 86, 87, 87, 88, 88, 89, 89, 90, 90, 90, 90, NINETY 90. അപ്പോൾ നോട്ട്ബുക്കിൽ 90 വരെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമ്പേഴ്സ് എഴുതിയതിനു ശേഷം ഈ ആക്ടിവിറ്റി ചെയ്യുക. റൈറ്റ് നമ്പേഴ്സ് ഇൻ ദ ബ്ലാങ്ക് ബോക്സസ്. 6 tens plus 9 ones. 6 tens plus 9 ones. അപ്പോൾ എന്താണ് ഈ ബോക്സിൽ എന്ത് എഴുതും? 6 tensഉം 9 onesഉം ചേർന്നാണ് 69. 69. നെക്സ്റ്റ് നോക്കിയേ, 7 tens plus 4 ones. 7 tens plus 4 ones. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് നമ്പറാണ് എഴുതേണ്ടതെന്ന് നന്നായിട്ട് ഇത് നോക്കിയതിന് ശേഷം തെറ്റ് വരാതെ ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് 87, 87. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ്, വൺസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണെന്നുള്ളത് നന്നായിട്ട് നമ്പർ നോക്കിയതിന് ശേഷം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് 74, 74. അതുപോലെ തന്നെയാണ് കേട്ടോ, ടെൻസിൻ്റെയും വൺസിൻ്റെയും പ്ലേസിലെ നമ്പേഴ്സ് ഈ ബ്ലാങ്ക് ബോക്സിലെടുത്ത് എഴുതുക. നെക്സ്റ്റ് നോക്കിയേ, ആദ്യം തന്നെ ഒരു ബ്ലാങ്ക് ബോക്സ് ആണ്. അതിനുശേഷം 9 tens plus 0 ones. 9 tens plus 0 1. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണെന്നുള്ളത് എഴുതി ടീച്ചറിനെ നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ,
ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ മലയാളത്തിൽ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അക്ഷരങ്ങൾ, അതിനോട് ചേർത്തുള്ള അടയാളങ്ങൾ അല്ലേ? യെസ്, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്ര പഠിച്ചു, പിന്നെ ക്വ അത് പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ക്യ. എന്താണ്? ക്യ. യാ സൗണ്ട് വരുന്ന ചിഹ്നമാണ് കേട്ടോ. ചെറു ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും ബോർഡിൽ നോക്കുക. ടെക്സ്റ്റിൽ ആരും നോക്കട്ടെ, ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബ്ലാക്ക് ബോർഡിൽ നോക്കുക. ഓക്കെ, പാഠം 22, പാഠം 22 നൃത്തം. എന്താണ്? നൃത്തം. ഓക്കെ, ക പ്ലസ് യ, ക്യ. എന്താണ്? ക പ്ലസ് യ, ക്യ അല്ലേ? ഓക്കെ, ക പ്ലസ് യ, ക്യ. അപ്പൊ ക്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു സൗണ്ട് വരുന്നത് എന്താണ്? യ. യ ശബ്ദം വരുന്നുണ്ട്, യ സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ക്യ, ക്യ. അപ്പൊ അത് ക്യ എന്ന് പറയുന്ന പദങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ചിഹ്നം കണ്ടാൽ എങ്ങനെ വായിക്കും? ക്യ എന്ന് വായിക്കും. ഏതൊക്കെ പദങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള പദങ്ങൾ, വാക്കുകൾ ഏതൊക്കെയാണ്? നാട്യം, കാവ്യം. കണ്ടോ? നാട്യം, കാവ്യം. കണ്ടോ? നാട്യം, കാവ്യം. അപ്പോൾ അക്ഷരങ്ങളിൽ ഇങ്ങനെ ചേർത്ത് എഴുതുക. ചന്ദ്രക്കലായിട്ട് എഴുതുമ്പോഴത്തേക്ക് യാ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയെല്ലാം എഴുതാം. വായിക്കുന്ന എങ്ങനെയാണ്? വ പ്ലസ് യ, വ്യ. മ പ്ലസ് യ, മ്യ. ര പ്ലസ് യ, റിയ. ത പ്ലസ് യ, ത്യ. നാട്യം, നാട്യം, കാവ്യം അല്ലേ? once more to reading. ക പ്ലസ് യ, ക്യ. നമ്മൾ പഠിച്ചു ക പ്ലസ് റ, ക്ര പഠിച്ചു അല്ലേ? ക്ര. അത് ഈ സൈഡിലല്ല, എന്താണ്? ഇപ്പുറത്തെ സൈഡാണ്. ക എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ ക്ര പഠിച്ചത് അല്ലേ? യെസ്, ശ്രദ്ധിക്കുക, അതുകൊണ്ട് മാറിപ്പോകരുത്. വ പ്ലസ് യ, വ്യ. മ പ്ലസ് യ, മ്യ. ര പ്ലസ് യ, രിയ. ത പ്ലസ് യ, ത്യ അല്ലേ? നാട്യം, കാവ്യം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. നോട്ട്ബുക്കിൽ എഴുതാനുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ടേക്ക് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 36. പാഠം 22 നൃത്തം. നൃത്തം ഒരു കലാരൂപമാണ്. ക പ്ലസ് യ, ക്യ. ക പ്ലസ് യ, ക്യ. ക പ്ലസ് യ. യാ സൗണ്ട് വരുന്നുണ്ടോ? ക്യ പറയുമ്പോഴത്തേക്ക് ക്യ, യാ സൗണ്ട് വരുന്നുണ്ടോ? അപ്പോൾ എന്താണ് എഴുതേണ്ടത്? വായിക്കേണ്ടത് എങ്ങനെയാണ്? ക്യ. ക പ്ലസ് യ, ക്യ. നാട്യം, വാക്യം, കാവ്യം. നാട്യം, വാക്യം, കാവ്യം. ഓക്കെ, ക പ്ലസ് യ, ക്യ. നാട്യം, വാക്യം, കാവ്യം. നമുക്കിനി നോട്ട്ബുക്കിൽ എഴുതാം. All of you take your notebook, write today's date and day. പാഠം 22 നൃത്തം. ക പ്ലസ് യ, ക്യ. ക പ്ലസ് യ, ക്യ. വ പ്ലസ് യ, വ്യ. മ പ്ലസ് യ, മ്യ, മ്യ. ര പ്ലസ് യ, ര്യ. ത പ്ലസ് യ, ത്യ. ര പ്ലസ് യ, ര്യ. ത പ്ലസ് യ, ത്യ. Write 5 times. നാട്യം, കാവ്യം. നാട്യം, കാവ്യം. നാട്യം, കാവ്യം. എഴുതിയിരിക്കുന്നുണ്ടല്ലോ, തെറ്റാതെ എഴുതുക കേട്ടോ. നീറ്റായിട്ട് എഴുതണം. 5 times എഴുതണം. എല്ലാം 5 times എഴുതണം. once more to reading. ക പ്ലസ് യ, ക്യ. വ പ്ലസ് യ, വ്യ. മ പ്ലസ് യ, മ്യ. ര പ്ലസ് യ, ര്യ. ത പ്ലസ് യ, ത്യ. നാട്യം, കാവ്യം. നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതണം. നീറ്റായിട്ട് 2 ലൈൻ ടച്ച് ചെയ്ത് തന്നെ എഴുതുക. നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, കേട്ടോ? നീറ്റായിട്ട് എഴുതുക. Hello, good morning children. How are you all? Fine.
Did you have your breakfast? Yes. Are you ready for the class? Okay, good children. Today we are going to learn computer. Last class we learned a lesson more about keyboard. ആ ലെസണിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കീബോർഡിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? കീബോർഡിൽ കുറച്ച് കീസിൻ്റെ പേരുകൾ പഠിച്ചു. പിന്നെ എന്താണ് ആ ഓരോ കീസിൻ്റെയും കീയുടെയും ഉപയോഗം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ചെയ്തു. ആ ലെസൺ കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ ലെസനാണ് പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടറിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേതാണ്? മൗസ് മൗസ് മൗസ്. ലെസൻ്റെ പേരെന്താണ്? മൗസ് മൗസ് മൗസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൗസിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് മൗസ് എന്താണെന്ന് അറിയാലോ. എന്താണ് മൗസ്? നമ്മൾ സാധാരണ മൗസ് എന്ന് പറയുന്നത് എന്താ? എലികളെയാണ് അല്ലേ മൗസ് എന്ന് പറയുന്നത്. ഇത് എലിയല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മൗസാണ്. അപ്പം നമുക്ക് എന്താണ് ഹാർഡ്വെയർസ് നോക്കാം. അത് കഴിഞ്ഞ് ലെസണിലേക്ക് പോകാം. ലെസൺ 6 മൗസ് മൗസ് മൗസ്. ഡഗ്ലസ് എംഗൽബർട്ട് DOUGLASENGELBART. File FILE. Icon ICON. Device DEVICE. Folder FOLDER. Folder. നിങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ടെസ്റ്റ് പേപ്പർ പറഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ടെക്സ്റ്റ് പേപ്പർ എന്താണ്? 15 നവംബർ 2021 മൺഡേ ആണ്. ലെസൺ 4 കമ്പ്യൂട്ടർ റൂം മാനേഴ്സ്. ഏത് ലെസനാണ്? കമ്പ്യൂട്ടർ റൂം മാനേഴ്സ്. കമ്പ്യൂട്ടർ റൂമിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അല്ലേ? നമുക്ക് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, കമ്പ്യൂട്ടർ റൂമിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ കമ്പ്യൂട്ടർ റൂമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ പഠിച്ചു. അപ്പോൾ ആ ലെസൺ ടെസ്റ്റ് പേപ്പറാണ്. നിങ്ങൾ നന്നായിട്ട് ടെസ്റ്റ് പേപ്പറിന് പഠിക്കണം. എഴുതിയതിന് ശേഷം എന്താണ്? പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരണം. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോയാലോ. ലെസൺ 6 മൗസ് മൗസ് മൗസ്. എ കമ്പ്യൂട്ടർ മൗസ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടർ മൗസ് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഡിവൈസാണ്. ഡിവൈസ് മീൻസ് ഉപകരണം. നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഉപകരണമാണ് മൗസ്. ആർക്കാണ് കൊടുക്കുന്നത്? കമ്പ്യൂട്ടറിന്. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ഡഗ്ലസ് എംഗൽബർട്ട് ഇൻ 1960. ആരാണ് മൗസ് കണ്ടുപിടിച്ചത്? ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് പറയുന്ന ആളാണ് മൗസ് കണ്ടുപിടിച്ചത്. ഏത് വർഷമാണ്? 1960 ആണ് ഡഗ്ലസ് എംഗൽബർട്ട് മൗസ് കണ്ടുപിടിച്ചത്. ദിസ് ഈസ് റിയൽ മൗസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ റിയൽ മൗസ്. ദിസ് ഈസ് കമ്പ്യൂട്ടർ മൗസ്. ഓക്കെ. വി ക്യാൻ മൂവ് ഇറ്റ് വിത്ത് അവർ ഹാൻഡ് ടു കൺട്രോൾ വാട്ട് എ കമ്പ്യൂട്ടർ ഡസ്. എങ്ങനെയാണ് മൗസ് വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ കൈകൾ വെച്ച് മൗസിനെ കൺട്രോൾ ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ വർക്കുകൾ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ വയർ അറ്റാച്ച്ഡ് ടു ദ CPU. ഒരു വയറ് മൗസും CPUവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, കണക്ട് ചെയ്തിരിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗസ് പാഡാണ്. ഇനി എന്താ പഠിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് ഈസ് മൗസ് പാഡ്. മൗസ് പാഡ് ഈസ് യൂസ്ഡ് ടു കീപ് ദ മൗസ് ഓൺ ഇറ്റ് ആൻഡ് മൂവ്. മൗസ് പാഡ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന? മൗസ് പാഡിൻ്റെ മുകളിലാണ് മൗസ് വയ്ക്കുന്നത്. മൗസ് വച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൗസ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് എ സ്മൂത്ത് സർഫസ് വെൻ വി മൂവ് ദ മൗസ്. ഇതിന് നമുക്ക് മൗസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്തായിട്ടുള്ള ഒരു സർഫസാണ് ഉള്ളത്, ഒരു സ്ഥലമാണ് ഉള്ളത്. ഏതിനാ? മൗസ് പാഡിന്. ദിസ് ഈസ് മൗസ് പാഡ്. The mouse pointer on the monitor moves as we move the mouse on the mouse pad. മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മോണിറ്ററിലെ മൗസ് പോയിൻ്ററും മൂവ് ചെയ്യും.
മൗസ് പോയിൻ്റർ എന്താണ്? മോണിറ്ററിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ മാർക്ക് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്ന ഈ മൗസ് പാഡിൽ വെച്ച് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ആയിക്കൊണ്ടേയിരിക്കും. എ മൗസ് ഹാസ് 2 buttons ആൻഡ് എ സ്ക്രോൾ വീൽ. മൗസിന് എത്ര ബട്ടണാണുള്ളത്? 2 buttons ആണുള്ളത്. പിന്നെ എന്താ ഉള്ളത്? ആൻഡ് എ സ്ക്രോൾ വീൽ, ഒരു സ്ക്രോൾ വീലുണ്ട്. കറങ്ങുന്ന ഒരു വീലുമാണ് ഉള്ളത് മൗസിന്. മൗസിന് 2 ബട്ടണുണ്ട്, അതുപോലെ കറങ്ങുന്ന ഒരു വീലുണ്ട്, ഒരു സ്ക്രോൾ വീലുണ്ട്. ലെഫ്റ്റ് ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ എന്താണ്? ലെഫ്റ്റ് ബട്ടൺ എന്നും പറയും. പിന്നെ എന്താ? റൈറ്റ് ബട്ടണും ഉണ്ട്. മൗസിൽ ലെഫ്റ്റ് ബട്ടണും ഉണ്ട്, റൈറ്റ് ബട്ടണും ഉണ്ട്. അതിൽ ലെഫ്റ്റ് ബട്ടൺ എന്താണെന്ന് നോക്കാം. ദ ലെഫ്റ്റ് ബട്ടൺ ഈസ് ക്ലിക്ക്ഡ് വൺസ് ടു സെലക്ട് ആൻ ഐക്കൺ, ഫയൽ ഓർ ഫോൾഡർ ആൻഡ് ഡബിൾ ക്ലിക്ക്ഡ് ടു ഓപ്പൺ ഇറ്റ്. എന്തിനാണ് ലെഫ്റ്റ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? സെലക്ട് ചെയ്യും. നമുക്ക് ഏതാണ് ആവശ്യം അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടോ ഫയലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഐക്കൺ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോൾഡറോ ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെന്താ? ആൻഡ് ഡബിൾ ക്ലിക്ക്ഡ് ടു ഓപ്പൺ ഇറ്റ്. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? അത് ഓപ്പൺ ആക്കാൻ പറ്റും. ഒരു ഫയലോ ഒരു ഐക്കണോ ഫോൾഡറോ ഏതെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റും. റൈറ്റ് ബട്ടൺ. ദ റൈറ്റ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ. റൈറ്റ് ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. വെൻ വി ക്ലിക്ക് ദ റൈറ്റ് ബട്ടൺ ഇറ്റ് വിൽ ഷോ എ ലിസ്റ്റ് ഓഫ് തിങ്സ് വി ക്യാൻ ഡു. നമ്മൾ എന്താ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഒരു ലിസ്റ്റ്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. സ്ക്രോൾ വീൽ. The scroll wheel is used to move an open file up or down. എന്തിനാണ് സ്ക്രോൾ വീൽ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓപ്പൺ ചെയ്തൊരു ഫയൽ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫയൽ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്ക്രോൾ വീൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ സ്ക്രോൾ വീൽ. ഹൗ ടു ഹോൾഡ് ദ മൗസ്. എങ്ങനെയാണ് മൗസ് പിടിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. കീപ് ദ മൗസ് ഓൺ ദ മൗസ് പാഡ്. എപ്പോഴും നമ്മൾ എവിടെയാണ് മൗസ് സൂക്ഷിക്കേണ്ടത്? മൗസ് പാഡിന് മുകളിലാണ് സൂക്ഷിക്കേണ്ടത്. ഇതാണ് മൗസ് പാഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും മൗസിനെ മൗസ് പാഡിൻ്റെ മുകളിൽ സൂക്ഷിക്കണം. പ്ലേസ് ദ പാം ഓൺ ദ മൗസ് and hold it with the thumb and the last 2 fingers. Place the palm on the mouse and hold it with the thumb and the last 2 fingers. നമ്മൾ ആദ്യം എന്താ? നമ്മുടെ കൈപ്പത്തി മൗസിൽ വയ്ക്കണം. വച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹോൾഡ് ഇറ്റ് വിത്ത് ദ തമ്പ് ആൻഡ് ദ ലാസ്റ്റ് 2 fingers. തമ്പും അതുപോലെ നമ്മുടെ ലാസ്റ്റ് 2 ഫിംഗേഴ്സും വെച്ചാണ് ഹോൾഡ് ചെയ്യേണ്ടത്, മൗസ് ഹോൾഡ് ചെയ്യേണ്ടത്. തമ്പ് ഏതാണ്? ഇതാണ് നിങ്ങളുടെ തമ്പ്. ഇത് തമ്പാണ്. ഇത് ലാസ്റ്റ് 2 ഫിംഗേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. മൗസ് പിടിക്കാനായിട്ട് 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഷോ എ മൗസ്. ആദ്യം എന്താ? മൗസിൻ്റെ പുറത്ത് കൈ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഫിംഗേഴ്സാണ് ഹോൾഡ് ചെയ്യേണ്ടത്? തം ഫിംഗറും അതുപോലെ ലാസ്റ്റ് 2 ഫിംഗേഴ്സും ഹോൾഡ് ചെയ്ത് ഇതാ ഇങ്ങനെ പിടിക്കുക. ഓക്കെ. ഹോൾഡ് ദ മൗസ് വെരി ലൈറ്റ്ലി. നമ്മളെന്താ പിടിക്കേണ്ടത്? ലൈറ്റായിട്ട് പിടിച്ചാൽ മതി. ഒരുപാട് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് പിടിച്ചാൽ മതി. പ്ലേസ് ദ ഇൻഡെക്സ് ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് ബട്ടൺ ആൻഡ് ദ മിഡിൽ ഫിംഗർ ഓൺ ദ റൈറ്റ് ബട്ടൺ. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എന്താ? ലെഫ്റ്റ് ബട്ടണിൽ. ഇതാണ് ലെഫ്റ്റ് ബട്ടൺ. ലെഫ്റ്റ് ബട്ടണിൽ നമ്മൾ പിടിക്കണം. അതുപോലെ നമ്മുടെ മിഡിൽ ഫിംഗർ, ദിസ് ഇസ് മിഡിൽ ഫിംഗർ ഓൺ ദ റൈറ്റ് ബട്ടൺ. മിഡിൽ ഫിംഗർ റൈറ്റ് ബട്ടൻ്റെ പുറത്താണ് പിടിക്കാനുള്ളത്.
മൗസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രേ പഠിക്കുന്നുള്ളൂ എന്ന് നിങ്ങളിത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ ഹാർഡ് വേർഡ്സ് ഉണ്ട്, നമുക്ക് ഹാർഡ് വേർഡ്സ് നോക്കാം. ലെസൺ 6 മൗസ് മൗസ് മൗസ്. ഡഗ്ലസ് ഇംഗൽബർട്ട് DOUGLASENGELBART. ഡിവൈസ് DEVICE. ഫയൽ FILE ഫയൽ. ICON icon. ഫോൾഡർ FOLDER ഫോൾഡർ. 5 times എഴുതണം. ഓക്കെ, എന്നിട്ട് എന്താ റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.